സൈനബ അങ്ങനെ അവളുടെ പഠനം തുടർന്നു. അവളുടെ പഠനത്തിന് വേണ്ടിയിട്ട് എന്ത് കഷ്ടപ്പാടുകളും നേരിടാൻ അവൾ തയ്യാറായിരുന്നു. അതിന് താങ്ങായി അവളുടെ മാതാപിതാക്കളും നല്ലവരായ നാട്ടുകാരിൽ ചിലരും ഉണ്ടായിരുന്നു, സാമ്പത്തികമായി അവളെ സഹായിക്കാനും അവൾക്ക് വേണ്ടുന്ന പിന്തുണ നൽകാനും. അങ്ങനെ അവൾ എൻട്രൻസ് പരീക്ഷയിൽ റാങ്ക് ഹോൾഡറായി. അതിൻ്റെ സന്തോഷത്തിൽ നാട്ടുകാരെല്ലാവരും അവൾക്കും അവളുടെ മാതാപിതാക്കൾക്കും ഒരു സ്വീകരണം നൽകി. അങ്ങനെ അവളുടെ ആഗ്രഹം സഫലമായി. അവൾ ഒരു ഡോക്ടറാവാനുള്ള പഠനത്തിലേക്ക് പോയി. കുറച്ചു കാലം കഴിഞ്ഞ് അവൾ ഡോക്ടറായത് ശേഷം അവളുടെ ആഗ്രഹം പാവപ്പെട്ട ആൾക്കാരെല്ലാം സഹായിക്കുക എന്നതായിരുന്നു. സഹായിക്കുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരിൽ നിന്നും വലിയ ഫീസൊന്നും വാങ്ങാതെ അല്ലെങ്കിൽ സൗജന്യമായി അവരെ പരിശോധിക്കുക, അവർക്ക് വേണ്ടുന്ന വൈദ്യസഹായം നൽകുക. അങ്ങനെയായിരുന്നു അവളുടെ ഉദ്ദേശം. ആ ഉദ്ദേശത്തിന് അവളുടെ മാതാപിതാക്കൾ അവൾക്ക് പൂർണ്ണ പിന്തുണയേകി. അങ്ങനെ അവൾ ആ നാട്ടിലുള്ളവരുടെ എല്ലാം പ്രിയപ്പെട്ട ഡോക്ടറായി. തനിക്ക് താഴെയുള്ള അനുജത്തിമാരെയും അവൾ പഠിപ്പിച്ചു. അവർക്ക് ആഗ്രഹമുള്ള ഒരു നിലയിലേക്ക് അവരെത്തിക്കാൻ അവൾ ശ്രമിച്ചു. അവർക്കും ആഗ്രഹം ഇത്താത്തയെ പോലെ ഒരു ഡോക്ടറാവണമെന്നായിരുന്നു. അങ്ങനെ അവർ 4 പേരും ഡോക്ടറായി ആ നാട്ടുകാരെയും സഹായിച്ച് അങ്ങനെ അവർ ജീവിച്ചു പോന്നു.